السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമദാനു ഷരീഫിൻ്റെ അവസാനത്തെ പത്തിലാണ്, അവസാന ഭാഗത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു തആല നമ്മൾക്ക് വലിയ തൗഫീഖ് നൽകി ഈ മാസത്തെ ഇത്രയും ദിവസം സ്വീകരിക്കാനും ഈ ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം തന്നു. നാം ചെയ്ത സുഹൃതങ്ങളൊക്കെയും ന്യൂനതകളില്ലാതെ അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സൗഭാഗ്യം ലഭിക്കാതെ പോയ എത്രയോ ആളുകളുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അല്ലാഹു തന്ന സൗഭാഗ്യത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നത്. അവരിൽ പലരും ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അവർ ഈ വർഷം നോമ്പ് നോൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ധാരാളം ഖുർആൻ ഓതണമെന്ന് അവർ ചിന്തിച്ചിരുന്നു, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം എന്നവർ വിചാരിച്ചിരുന്നു. പക്ഷെ അവർക്കതിന് സാധിച്ചില്ല. എന്നാൽ മരണപ്പെട്ടു പോയവർ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നയും എത്രയോ ആളുകളുണ്ട്. ഏതൊക്കെയോ ആശുപത്രിയുടെ 4 ചുമരുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ വീടകങ്ങളുടെ ഇരുണ്ട റൂമുകൾക്കുള്ളിൽ, വാട്ടർ ബെഡിലോ എയർ ബെഡിലോ, അതല്ലെങ്കിൽ കൃത്രിമമായി ഓക്സിജൻ കൊടുത്തോ ജീവൻ രക്ഷാ മരുന്നുകൾ സമയാസമയങ്ങളിൽ കൊടുത്തുകൊണ്ടോ ജീവൻ നിലനിർത്തപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവരും നമ്മളെപ്പോലെ റമളാനിനെ സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷേ അവരിൽ ചിലർക്ക് രാവേതാണ് പകലേതാണെന്ന് പോലും അവർക്കറിയില്ല. റമളാനായോ, റമളാൻ കഴിഞ്ഞോ, 27-ാം രാവ് വന്നോ, പെരുന്നാൾ മാസം കണ്ടോ, ഇതൊന്നും അവർക്കറിയില്ല. കുഴലിലൂടെ അരിച്ചിറങ്ങുന്ന, അല്പാൽപ്പം ഭക്ഷണം അരിച്ചിറങ്ങുന്ന ആ ഒരു ശരീരവും ആരോഗ്യവുമായി അവർ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു അവർക്കും ഈ പരിശുദ്ധ മാസത്തിൻ്റെ സർവ്വ നന്മകളും കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് ദുആ ചെയ്യാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഈ വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും നമ്മൾക്കില്ല. എന്നിട്ടും നമ്മൾ എത്രത്തോളം ഈ മാസത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ചിന്തിക്കാനുള്ള ചുരുങ്ങിയ സമയം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. പരിശുദ്ധ റമളാൻ വിട പറയാൻ ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച പരിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കാം. അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കാം നമ്മുടെ മുന്നിൽ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സമയത്തെയും ഈ ഒരു സന്ദർഭത്തെയും നാം ഗൗരവത്തോടുകൂടെ കാണുക. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനിൻ്റെ അവസാന ഭാഗമെത്തിയാൽ പതുക്കെ പതുക്കെ നമ്മളൊക്കെ പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ അകലാൻ തുടങ്ങുകയും മറ്റു ചിന്തകളിലേക്ക് മുഴുകുകയും ചെയ്യുന്ന സമയം. പക്ഷേ മഹാന്മാരായ ആളുകൾ, അല്ലാഹുവിൻ്റെ ഹബീബ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 കഴിഞ്ഞാൽ അഹ്യൽ ലൈല, അവിടത്തേക്ക് പിന്നെ ഉറങ്ങാൻ സമയമില്ല, രാത്രി അവിടുന്ന് ഹയാത്താക്കുമായിരുന്നു. വഅയ്ഖല അഹ്ലഹു, തൻ്റെ കുടുംബത്തെയൊക്കെ അവിടുന്ന് വിളിച്ചുണർത്തുമായിരുന്നു. എണീക്കുവീൻ, ഇനി ഉറങ്ങാൻ സമയമില്ല, നമ്മൾക്ക് ഇനി ഉറക്കിൻ്റെ സമയങ്ങളല്ല. നമ്മൾ 11 മാസം ഉറങ്ങിയവരാണ്, 11 മാസം മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10-ൽ നമ്മൾ ഉണരുക. അവിടുന്ന് കുടുംബത്തെ ഉണർത്തുമായിരുന്നു. വശദ്ദൽ മിഅ്സറ, അരമുറുക്കി ഇറങ്ങുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരമുറുക്കി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഒരുങ്ങി ഇറങ്ങുമായിരുന്നു പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ സ്വീകരിക്കാൻ.
ഇന്നൽ അഅ്മാല ബിൽ ഖവാതീം, ഏതൊരു അമലും പരിഗണിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവസാന സമയം നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരണം. രാത്രിയുടെ ഉറക്ക് നമ്മൾ കുറക്കണം. ഇനി വല്ല വിധേനയും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ആ ഉറക്കും ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഉറക്കായിരിക്കണം നമ്മുടെ ഉറക്ക്. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് അവസാനം കണ്ണടക്കുന്നതിന് പകരം വുദുവോടുകൂടെ പരിശുദ്ധ ഖുർആനോ നല്ല ദിക്റുകളോ ഉരുവിട്ടുകൊണ്ട് കിടന്നുറങ്ങണം. ആ ഉറക്ക് പോലും നന്മയുടെ കിതാബിൽ വരവ് വെക്കുന്നതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഉണരണം. പാതിരാത്രി നമ്മുടെ കിടക്കപ്പായിൽ നിന്ന് നമ്മൾ എണീക്കണം. അള്ളാഹുവിലേക്ക് വിനയാന്വിതരാവാൻ, അള്ളാഹുവിലേക്ക് സർവം സമർപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ. നീറുന്ന 100 കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിൽ കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ അനുഭവപ്പെടുന്ന യുദ്ധത്തിൻ്റെ കെടുതികൾ പോലും നമ്മുടെ അടുക്കളയിലും നമ്മുടെ വീടകങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇനിയും അത് എത്രത്തോളം വ്യാപിക്കുമെന്ന് നമ്മൾക്കറിയില്ല. ആർക്ക് വേദനിച്ചാലും അതൊരു മുസ്ലിമിനായിരിക്കുമെന്ന് നമ്മൾക്കറിയാം. ഈ യുദ്ധത്തിൽ ആർക്കായിരുന്നാലും, ഏത് മതക്കാരനായിരുന്നാലും ആ വേദനകളും മറ്റുമൊക്കെ നമ്മുടെ ചിന്തയെ ഉണർത്താനുള്ളതാക്കി നമ്മൾ മാറ്റണം. അവിടെയോ എവിടെയോ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കെന്ത് ഛേദം എന്ന് ചിന്തിക്കുന്ന ചെറിയ ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറരുത്. നമ്മളുടെ ഹൃദയം വിശാലമാവണം. പരിശുദ്ധ റമളാൻ കൊണ്ടുണ്ടാവേണ്ട നേട്ടം അതാണ്. വയറ് വിശാലമാവുകയല്ല നോമ്പിന്റെ ലക്ഷ്യം, മറിച്ച് ഹൃദയം വിശാലമാവലാണ്. കുടുസായ ഹൃദയം ഒരൽപ്പം വിശാലതയുള്ളതായി മാറണം. ആയതുകൊണ്ട് തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അവസാനത്തെ 10 രാത്രിയുടെ ഉറക്ക് കുറഞ്ഞ് അള്ളാഹുവിലേക്ക് ഇബാദത്തിൽ മുഴുകി പാതിരാത്രി എണീറ്റ് ഒതുവെടുത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാൻ അവസാനത്തെ 10 കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശറൽ അവാഖിർ, അവസാനത്തെ 10 അവിടുന്ന് ഇഅ്തികാഫിലായിരുന്നു. 10 ദിവസങ്ങൾ അവിടുന്ന് ഇഅ്തികാഫിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. മിൻ റമളാൻ, പരിശുദ്ധ റമളാനിൽ. അള്ളാഹു ഒരുപാട് സൗഭാഗ്യം ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ കുടുംബം പോറ്റാൻ വേണ്ടി രാപ്പകൽ പണിയെടുക്കേണ്ട സാധുക്കളും ഈ കൂട്ടത്തിലുണ്ടാവും. അവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എന്നാൽ കഴിവും ശേഷിയും ഒക്കെയുള്ള ആളുകൾ, അള്ളാഹു വലിയ നിഅമത്ത് ചെയ്ത ആളുകൾ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇഅ്തികാഫിന് വേണ്ടി സമയം കണ്ടെത്തണം. വളരെ പരിശുദ്ധമായ ഒരു ഇബാദത്താണത്. എല്ലാ റമളാനിലും അവിടുന്ന് അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിലായിരുന്നു. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബില ഫീ, അവിടുന്ന് വഫാത്തായ കൊല്ലം, അവിടുന്ന് വഫാത്താകാൻ അടുത്ത ആ ഒരു കൊല്ലം ഇഅ്തകഫ 20 യൗമ, അവിടുന്ന് 20 ദിവസം ഇഅ്തികാഫിലായിരുന്നു. ഇതൊക്കെ ചരിത്രം എഴുതി വെച്ചത് വെറുതെയല്ല. മരണത്തോടടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പ്രായം വർദ്ധിക്കും തോറും ആഖിറത്തെക്കുറിച്ചുള്ള ഒരു ബോധം മനുഷ്യർക്ക് കടന്നു വരണം. വെറും ദുനിയാവ് എന്നതിലേക്ക് ഒതുങ്ങാൻ മനുഷ്യർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു ബോധമുണ്ടാവണം. പകലിനേക്കാൾ തിളക്കമുണ്ട് പരിശുദ്ധ റമളാനിലെ രാത്രികൾക്ക്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാത്രികൾക്ക് പകലിനേക്കാൾ എത്രയോ തിളക്കം കൂടുതലാണ്. ആ തിളക്കം കൂടുള്ള രാത്രിയെ നമ്മൾ ഇരുട്ടാക്കി മാറ്റരുത്. നമ്മൾ ഇരുട്ടാക്കി ഉറക്കിനു വേണ്ടിയും അതേപോലെ സോഷ്യൽ മീഡിയക്കും അനാവശ്യങ്ങൾക്കും ടെലിവിഷന്റെ മുന്നിലും പൊയ് വർത്തമാനങ്ങൾ പറയാനും ഒക്കെയാക്കി നമ്മൾ മാറ്റിവെക്കരുത്. ഏതോ ഒരു രാത്രി, നമ്മളറിയാത്ത ഒരു രാത്രി, അത്ഭുതങ്ങൾ പെയ്തുറങ്ങുന്ന ഒരു രാത്രിയുണ്ട്. നമുക്കറിയാം, ആ രാത്രിയെ നമ്മൾ പറയുന്നത് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ആ രാത്രിയെക്കുറിച്ച് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ. ലൈലത്തുൽ ഖദ്റിനെ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതുപോലെ മറ്റ് ഹദീസുകൾ കാണാം. ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, പരിശുദ്ധ റമളാനിന്റെ അവസാന പാദത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചോളണം എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ് ആ ഒരു രാത്രി എന്നാണ്. 1000 മാസങ്ങളെക്കാൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 3 മാസവുമാണ്. നമുക്കറിയാം 83 വർഷവും 3 മാസവും ഒരു മനുഷ്യൻ അള്ളാഹുവിന് മുഴു സമയം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരു രാത്രിയിലെ 12 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുമെങ്കിൽ ആ രാത്രിയെ നമ്മൾക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ? ആ രാത്രിക്ക് വേണ്ടി എന്തുകൊണ്ട് കുറച്ച് ഉറക്കമൊഴിച്ചുകൂടാ? എന്തുകൊണ്ട് ആ രാത്രിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചുകൂടാ? ഏത് രാത്രിയാണ് എന്ന് പറയപ്പെടാത്തത് തന്നെ അതിൻ്റെ മഹത്വം കൊണ്ടാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ മഹാന്മാർ എഴുതി വെച്ചത് കാണാം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ രാത്രി കാലങ്ങളിൽ ചെറിയ നസീഹത്തുകൾ ഉണ്ടാവും. 2ാം തറാവീഹിന് വരുന്നവർ കുറച്ച് നേരത്തെ വന്നാൽ അവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി ആ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് ബോധ്യമായാൽ എന്ത് ചെയ്യണം നമ്മൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, പണ്ഡിതയാണ് ആയിഷ, പക്വമതിയാണ് ആയിഷ. ആയിഷ ബീവി ചോദിക്കുന്നു, നബിയെ അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായാൽ നബിയെ, ഞങ്ങൾക്ക് ആ രാത്രിയോട് യോജിച്ചു വരാൻ സാധിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? മാ അഖൂലു ഫീഹാ, ഞാൻ അന്ന് എന്ത് പറയണം നബിയെ? ആയിഷ ബീവിയുടെ ചോദ്യത്തിന് ഖാൽ, അവിടുന്ന് മറുപടി പറയുന്നു, ഖൂലി ആയിഷ, നീ പറയണം ലൈലത്തുൽ ഖദർ ആണെന്ന് സംശയമുള്ള അല്ലെങ്കിൽ അതാവാൻ സാധ്യതയുള്ള രാത്രികളിൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നക അഫുവ്വുൻ, നീ ധാരാളം മാപ്പ് ചെയ്യുന്നവനാണ്. അവന്റെ മാപ്പല്ലാതെ നമ്മൾക്ക് എന്താണ് പ്രതീക്ഷയുള്ളത്? അള്ളാഹു നമ്മളോട് മാപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? നമ്മൾ ആരോട് പറയും? ആരുടെ മുന്നിൽ കരയും? നമ്മൾ ആര് നമ്മളെ ഏറ്റെടുക്കും? നമ്മളെ ഏറ്റെടുക്കാൻ വേറൊരുത്തനുമില്ല. അള്ളാഹു നമ്മളെ കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷയോടെ അള്ളാഹുവിനെ ആസ്വദിക്കേണ്ട രാത്രികളാക്കി ഈ രാത്രികൾ നമ്മൾ മാറ്റണം. അള്ളാഹുവിനെ ആസ്വദിക്കുക എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എത്രയെത്ര സന്ദർഭങ്ങൾ അള്ളാഹുവിനെ ആസ്വദിക്കാൻ, അവന്റെ കരുണയുടെ മധുരം നുണയാൻ, അവന്റെ റഹ്മത്തിന്റെ, അവന്റെ മഗ്ഫിറത്തിന്റെ മധുരം നുണയാൻ പറ്റുന്ന എത്രയെത്ര സമയങ്ങൾ, എത്രയെത്ര സന്ദർഭങ്ങൾ. അതിലൊന്ന് അലിഞ്ഞു ചേരാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അള്ളാഹുവിൽ അലിഞ്ഞു ചേരാൻ ഒരു വിശ്വാസി ശ്രമിക്കുമ്പോ എന്തൊരനുഭൂതിയായിരിക്കും അതിന്, എന്തൊരു രസമായിരിക്കും അതിന്. അതുകൊണ്ട് ഈ രാത്രികളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, പടച്ചവനെ, നീ വല്ലാതെ മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്. മനുഷ്യർക്കാണ് മാപ്പ് ചെയ്യാൻ മടി. ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ പൊറുക്കൂല, അവന്റെ വീട്ടിൽ ഞാൻ കയറൂല, അവനോട് ഞാൻ സലാം പറയൂല, ആ പടി ഞാൻ ചവിട്ടൂല, അവന്റെ മയ്യത്ത് പോലും എനിക്ക് കാണണ്ട. ഇതൊക്കെ പറയുന്നവർ മനുഷ്യരാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത് എന്നാണ്. എന്നിൽ നിങ്ങൾ അകന്നു പോകരുത് എന്നാണ് അവൻ പറഞ്ഞത്. ആ റബ്ബിനോട് നമ്മൾ പറയണം ഫഅഫു അന്നി, പടച്ചവനെ, നീ എനിക്ക് മാപ്പ് ചെയ്താലും എന്ന് താഴ്മയോടെ പറയണം. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ബോധ്യമായാൽ, അല്ലെങ്കിൽ ആ രാത്രിയെക്കുറിച്ച് നമ്മൾക്ക് സംശയം തോന്നുന്ന ദിവസങ്ങളിൽ, അതുകൊണ്ട് അവസാനത്തെ 10 ഓരോ രാത്രികളിലും ധാരാളമായി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ പറയണം. പിന്നെയോ നരകമോചനം ഈ റമളാൻ കൊണ്ട് നമ്മൾക്ക് സാധ്യമാവണം. അല്ലാതെ പോയാൽ നമ്മൾക്ക് വലിയ നഷ്ടമായിരിക്കും. നരകമോചനം നമ്മൾക്ക് സാധ്യമാവണം. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. നമ്മൾ ഇവിടെ നിന്ന് ഇബാദത്തും മറ്റുമൊക്കെ ആയി നമ്മുടെ കുടുംബം താന്തോന്നികളായി നടന്നാൽ പോരാ. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരായി മാറണം. എല്ലാ വേളയിലും നമ്മുടെ ശ്രദ്ധ വേണം. നാട്ടിൽ കുടുംബം പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ്.
വീട്ടുകാരായ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങൾ അവരെ വിളിച്ചുവോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നുമോളെ, മോൾക്ക് വയസ്സ് 18ആയി. എൻ്റെ പൊന്നുമോൾ ഒരു ചുരിദാർ വാങ്ങുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാവണം മോളെ എന്ന് പറയാൻ ഒരു ബാപ്പാക്ക് ബാധ്യതയുണ്ട്. ഭാര്യ ഒരു സാരി വാങ്ങുമ്പോൾ ഏതാ വാങ്ങേണ്ടത്? നിനക്കിഷ്ടമുള്ളത് വാങ്ങിക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ വന്നാൽ നിനക്ക് വേണ്ടത് സെലക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം, എൻ്റെ കരളിൻ്റെ കരളായ പ്രിയപ്പെട്ടവളെ, നമ്മൾ ദുന്യാവിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗലോകത്തിലും ഒരുമിച്ച് കൂടണം. നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നീ വാങ്ങുന്ന സാരി അള്ളാഹുവിനും റസൂലിനും പൊരുത്തപ്പെട്ട ഡ്രസ്സാവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരാൾ തൻ്റെ ഭാര്യയോടും തൻ്റെ സഹോദരിയോടും പറയേണ്ട ബാധ്യത നമ്മൾക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തോളണം എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വഖൂദുഹ, ഒരു കാര്യം ഓർക്കണേ, നരകത്തിന്റെ ഇന്ധനം, നരകത്തിൽ കത്തിക്കുന്ന വിറക്, അന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നരകത്തെക്കുറിച്ച് സുദീർഘമായി പറയാൻ നമുക്ക് സമയമില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇന്ന അഹ്വന അഹ്ലിന്നാർ, നരകത്തിൽ അദാബൻ, ശിക്ഷ കൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നത് ലറജുലുൻ, ഒരു മനുഷ്യനാണ്. എന്താണ് അയാൾക്കുള്ള ശിക്ഷ? തൂലഉ ഫീ അഖ്മസി ഖദമൈ, അയാളുടെ 2 കാൽപ്പുറത്തും വെക്കപ്പെടും ജംറത്തുൻ, 2 ചരൽക്കല്ലുകൾ എടുത്തു വെക്കപ്പെടും. നരകത്തിൽ തിളച്ച 2 ചരൽക്കല്ലുകൾ ഒരു മനുഷ്യന്റെ 2 കാൽപ്പുറത്ത് വെക്കും. അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഈ ചരൽക്കല്ല് ഒരു മനുഷ്യന്റെ കാലിലങ്ങ് വെച്ചാൽ യഗ്ലി മിൻഹുമാ ദിമാഹുഹു, അവന്റെ തലച്ചോറ് തിളച്ചു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തിൽ കേൾക്കണം. അവന്റെ തലച്ചോറ് കാലിൽ ആ ചരൽക്കല്ല് വെക്കുമ്പോ തിളച്ചു മറിഞ്ഞു പോകുമെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്നതല്ല നരകം. യുക്തിവാദി പരിഹസിക്കുന്നതല്ല നരകം. നിരീശ്വരവാദി കളിയാക്കിയതല്ല നരകം. മനുഷ്യന്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയാനകതയാണ് നരകമെന്ന് മാത്രം നമ്മൾക്ക് പറയാം. അതുകൊണ്ടാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പറഞ്ഞത് അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ദുനിയാവിൽ ഹസനത്ത് തരണം, ആഖിറത്തിലും തരണം, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് വെറുതെ അല്ല. അവിടെ നിന്നൊരു കാരണവശാലും നരകത്തിന്റെ 4 അയലത്ത് പോവേണ്ട ആളല്ല. പക്ഷേ അവിടെ നിന്ന് അള്ളാഹുവിനോട് ഏറ്റവും അധികം ദ്വാരുന്നത് നരകമോചനമാണ്. നമ്മൾ നരകത്തിൽ നിന്ന് മോചിതരായി ഈ ദിവസങ്ങളിൽ മാറണം. വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ അത് ഇടം പിടിക്കണം. ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നരകത്തിൽ കത്തിക്കുന്നത് കല്ലുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ കല്ലിന്റെ കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. വഇന്ന മിനൽ ഹിജാറ, കല്ലുകളുടെ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട്. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ആ കല്ലുകളിൽ നിന്നാണ് നദികൾ പൊട്ടിയൊഴുകുന്നത്. പശ്ചിമഘട്ട പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് അവസാനിക്കുന്ന പർവ്വത നദികൾ, ആ നദികളുടെ ഉത്ഭവം അധികവും പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ നിന്നാണ്. കല്ലിന്റെ ഉള്ളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ നിന്ന് പാറ പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത്? ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ പരാമർശിച്ചത് കസറത്തുൽ ബുകാ, കല്ലിന്റെ അതിയായ കരച്ചിലാണ് പാറകൾക്കിടയിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വേറെ ചില പാറകൾ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചില കല്ലുകൾ പിളർത്തിയാൽ അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഉത്ഭവിക്കാറുണ്ട്. അതിനെക്കുറിച്ച് മഹാൻ പറഞ്ഞത് ഖലീലുൽ ബുകാ, ചെറിയ കരച്ചിൽ എന്നാണ്. എന്നാൽ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, ഭൂമിയുടെ പുറത്തോ ഉള്ളിലോ ഉള്ള കല്ലുകൾ, ചെറുതും വലുതുമായ കല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാറുണ്ട്, ചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ ഉള്ളിലുള്ള വലിയ കല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്നാണ്. ഒരു കാരണം അതാണ്.
എന്തിനാണ് കല്ലുകൾ ഇളകിയാടുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കല്ലുകൾ നിന്ന സ്ഥലത്ത് നിന്ന് താഴെ വീഴും. അത് ബുകാഉൽ ഖൽബി മിൻ ഗൈരി ദുമൂഇൽ ഐൻ, കണ്ണുനീരില്ലാതെ മനുഷ്യർ കരയാറില്ലേ, അതേപോലെ കല്ലുകൾ നെടുവീർപ്പിടുന്നതാണത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കല്ലുകൾ പോലും കരയുന്നുണ്ട്. നമ്മൾക്ക് കരയാൻ സമയമായില്ലേ എന്നാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഇനിയുള്ള സമയങ്ങളും സന്ദർഭങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ ഉണ്ട്. നമുക്കറിയാം, ബാംഗ്ലൂരിലെ ശിഹാബ് തങ്ങൾ സെന്റർ, ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അപകടങ്ങളിൽ മരിച്ചു പോകുന്ന മയ്യത്തുകൾ പരിപാലിക്കാൻ, ആലംബമറ്റു പോയവർക്ക് ആലംബമേകാൻ, ചികിത്സാർത്ഥം കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഭക്ഷണവും അതേപോലെ താമസവും ഒക്കെ ഒരുക്കുന്ന അതിമഹത്തായ സേവനം കൊണ്ട് ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് STCH. അതിനെ നിങ്ങളാരും മറന്നു പോകരുത്. നല്ല സഹായം പോകുമ്പോൾ നിങ്ങൾ കൊടുക്കണം. അതേപോലെ ഇന്ന് നമ്മൾക്ക് നോമ്പ് തുറവൊരുക്കിയിട്ടുള്ളത് നമുക്കറിയാം. മർഹൂം മജീദ് സാഹിബ് നമ്മുടെ ട്രസ്റ്റിന് വേണ്ടി, നമ്മുടെ മസ്ജിദിൻ്റെ, നമ്മുടെ സംരംഭങ്ങളുടെ വിജയത്തിന് വേണ്ടി സ്ഥലമെടുപ്പിന് ഏകദേശം 2.25 കോടി രൂപയോളം സംഭാവന ചെയ്തു. അദ്ദേഹം വീണ്ടും നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അദ്ദേഹത്തിന്റെ മക്കൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിനിയും വലിയ പ്രതീക്ഷ അവരിലുണ്ട്. അള്ളാഹു തആല നമ്മുടെ എല്ലാ നന്മകളിലും പങ്കാളികളാവാൻ ആ കുടുംബത്തിന് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നിങ്ങളുടെ ഒക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ രാത്രികളിൽ ചെറിയൊരു നസീഹത്ത് ഉണ്ടാവും. അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൂടെ സൂചിപ്പിച്ച് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.